നവംബർ 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: പോർട്ടോമോറീസിലെ വിശുദ്ധ ലയോനാർ, വിശുദ്ധ ജോൺ ബെർക്കുമൻസ്, വിശുദ്ധ അമാത്തോർ, വിശുദ്ധ ബസോളൂസ്, കോൺസ്റ്റാൻസിലെ വിശുദ്ധ കോൺറാഡ്, വിശുദ്ധ എജൽവൈൻ. നമുക്കിന്ന് രണ്ട് വിശുദ്ധരെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായി പോർട്ടോമോറീസിലെ വിശുദ്ധ ലയോനാർഡ്. 1676 1751 കാലഘട്ടത്തിലാണ് പോർട്ടോമോറീസിലെ വിശുദ്ധ ലയോനാർഡ് ജീവിച്ചിരുന്നത്. ഇറ്റലിയിലെ ജനോവ ഉൾക്കടലിന് സമീപം പോർട്ടോമോറീസ് എന്ന സ്ഥലത്ത് ലയോനാർഡ് ഭൂജാതനായി. റോമായിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. വൈദിക പട്ടം സ്വീകരിച്ചു. കുടലിലെ കുരുക്കൾ നിമിത്തം 4 കൊല്ലം ശയ്യാവലംബിയായി കഴിഞ്ഞു. തൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രയത്നിക്കാമെന്ന് നേർന്നപ്പോൾ ലയോനാർഡ് സൗഖ്യം പ്രാപിച്ചു. 44 വർഷം മധ്യ ഇറ്റലിയിലും ദക്ഷിണ ഇറ്റലിയിലും ധ്യാനപ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. വഴിക്കവലയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായിട്ടുണ്ട്. ദീർഘകാലത്തേക്ക് നീണ്ടുനിന്ന ശണ്ഠകളും വഴക്കുകളും അവസാനിപ്പിക്കാനും കഠിന പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും ജനങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹം പുനർജ്വലിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഫാദർ ലയോനാർഡ് റോമൻ കൊളോസിയം ഉൾപ്പെടെ 571 സ്ഥലത്ത് കുരിശിന്റെ വഴി സ്ഥാപിച്ചു. ഈശോയുടെ തിരുഹൃദയത്തോടും കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തോടും വിശുദ്ധ കുർബാനയോടുമുള്ള ഭക്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ ലയോനാർഡ് റോമായിൽ പിയാസ നവോണയിൽ വെച്ച് 2 ആഴ്ചത്തെ ധ്യാനപ്രസംഗം നടത്തുകയുണ്ടായി. തദവസരത്തിൽ മാർപ്പാപ്പയും കർദിനാൾമാരും കൂടി സന്നിഹിതരായിരുന്നു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക കൃതികൾ 13 വാല്യമായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. 1744 കോർസിക്കായിൽ സമാധാന പുനരുദ്ധാരണത്തിന് നിയുക്തനായി. 7 വർഷത്തിനു ശേഷം ബെനഡിക്ട് 14 മാർപ്പാപ്പ അദ്ദേഹത്തെ റോമായിലേക്ക് തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിന്റെ പൂർവവാസ സ്ഥലമായ വിശുദ്ധ ബൊനവന്തുരായുടെ ആശ്രമത്തിലെത്തിയതിന്റെ പിറ്റേ രാത്രി ഫാദർ ലയോനാർഡ് നിര്യാതനായി. 1867 ലയോനാർഡിനെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. ലയോനാർഡ് ഇപ്രകാരം പറയുമായിരുന്നു: നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ഏത് അസൗകര്യങ്ങളും നാം സ്വീകരിക്കും. എന്നാൽ അവയെ നിയന്ത്രിക്കാൻ നാം ചെറുവിരൽ പോലും അനക്കുകയില്ല. ആരും ഒരു ചില്ലിക്കാശ് വിലയ്ക്കുള്ള സഹനം പോലും ആശ്ലേഷിക്കാൻ തയ്യാറുമല്ല. വിശുദ്ധ ലയോനാർഡേ, ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും തെറ്റിലേക്കും തെറ്റായ ആശകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ കർത്താവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും കർത്താവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഇതേ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം മറ്റൊരു വിശുദ്ധനെ കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. വിശുദ്ധ ജോൺ ബെർക്കുമൻസ്. 1599 1621 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ബെർക്കുമൻസ് ജീവിച്ചിരുന്നത്. 1599 മാർച്ച് 13 ലുവൈനടുത്തുള്ള ഡീസ് എന്നൊരു ചെറിയ പട്ടണത്തിലാണ് വിശുദ്ധ ജോൺ ബെർക്കുമൻസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായിരുന്നു വിശുദ്ധ ജോൺ ബെർക്കുമൻസ്. ജെയിംസ് എന്ന ഒരു സഹോദരൻ ജോണിനെ പോലെ ഈശോ സഭയിലും മറ്റൊരു സഹോദരനായ അൻഡ്രിയൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു എന്നല്ലാതെ അസാധാരണത്വമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല. ജോൺ പഠനത്തിന് സമർത്ഥനല്ലായിരുന്നു എന്ന് പലരും പറയാറുണ്ടായിരുന്നുവെങ്കിലും 13ാമത്തെ വയസ്സിൽ ജോൺ നല്ലൊരു ലത്തീൻ കവിത എഴുതിയതായി കാണപ്പെടുന്നുണ്ട്. രോഗിണിയായ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഒഴിവു സമയം മുഴുവൻ ജോൺ മാറ്റിവെച്ചിരുന്നു. 1615 മെർക്കലിനിൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു. അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്കുമൻസ് ആണ്. അതോടെ ബെർക്കുമൻസ് ഈശോ സഭയിൽ ചേരാൻ നിശ്ചയിച്ചു. മകൻ ഒരു ഇടവക വൈദികനായി കാണാൻ കൊതിച്ചിരുന്ന പിതാവ് കുറെ തടസ്സമുണ്ടാക്കിയെങ്കിലും 1616 സെപ്റ്റംബർ 24 ജോൺ ഈശോ സഭയുടെ നൊവീഷ്യേറ്റിൽ ചേർന്നു. 1616 ഡിസംബർ 1 അമ്മ മരിച്ചു. 1618 ഏപ്രിൽ 1 പിതാവ് ഒരു വൈദികനായി.
എന്നാൽ 8 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമായിലാണ്. അവിടെ ഒരു ദിവസം 2ഉം 3ഉം കുർബാനയ്ക്ക് കൂടുമായിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്നു ജോൺ. 1621 ഓഗസ്റ്റ് 5-ാം തീയതി ഒരു താത്വിക വാദപ്രതിവാദത്തിന് ശേഷം ജോണിന് പനി പിടിച്ചു. 12-ാം തീയതി വിശുദ്ധ അലോഷ്യസിന്റെ ജീവചരിത്രം കുറേ ഭാഗം വായിച്ചു കേട്ടു. ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു, ഇവയാണ് എൻ്റെ 3 നിധികൾ. ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറി. മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഉപദേശം സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് റക്ടർ അച്ഛൻ ജോണിനോട് ചോദിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല. അൾത്താര ശുശ്രൂഷികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമൻസിന്റെ അനുസരണയും ദൈവമാതൃഭക്തിയുമാണ് തന്റെ 22ാമത്തെ വയസ്സിൽ മരിച്ച ബെർക്കുമൻസിന് പുണ്യപദവി നൽകിയത്. കുരിശുമരണത്തോളം അനുസരിച്ചതിനാലാണല്ലോ എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം ഈശോയ്ക്ക് ലഭിച്ചത്. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന വചനം സ്വന്തം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ ജോൺ ബെർക്കുമൻസെ ലോകതിന്മകൾക്ക് അടിമപ്പെട്ട് സ്വന്തം ഇഷ്ടപ്രകാരം തെറ്റായ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ വിടുതലിനു വേണ്ടി പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.